ഇനി നമുക്ക് ബിറ്റുമെനിൽ അപ്ലൈ ചെയ്യുന്ന ഡിഫറെന്റ് ടെസ്റ്റുകളെ പറ്റി ഒന്ന് പഠിക്കാം. എത്ര ടെസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽസിൽ അഗ്രിഗേറ്റിൽ ഇതുപോലെ തന്നെ ഡിഫറെന്റ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും ടെസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ടെസ്റ്റാണ് പെനിട്രേഷൻ ടെസ്റ്റ്. പെനിട്രേറ്റ് ചെയ്യാം. എന്തായിരിക്കും ഈ ടെസ്റ്റിൽ കണ്ടുപിടിക്കുന്നുണ്ടാവുക? പെനിട്രേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ കട്ടി ആണ് അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? ഹാർഡ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെനിട്രേഷൻ ഉപയോഗിക്കുന്നത്. ഇനി എല്ലാ ടെസ്റ്റിലും ഇതുപോലെ ഞാനൊരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ആ ടെസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് ആയിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബാക്കി കളറിലും കാണാം. അപ്പൊ ഈ ഒരു പെനിട്രേഷൻ ടെസ്റ്റിന്റെ സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ദ ബിറ്റുമെൻ. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ നീഡിൽ കുറച്ച് സമയം ഇതിലേക്ക് താഴ്ന്നു പോകാൻ സംഭവിക്കുന്നു. ഒരു 5 സെക്കൻഡ് താഴ്ന്നു പോകാൻ സംഭവിക്കുന്നു. എത്ര ഡെപ്തിൽ പോയി എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ പെനിട്രേഷൻ കപ്പാസിറ്റി ഓഫ് ദ ബിറ്റുമെൻ, അല്ലെങ്കിൽ ഹാർഡ്നെസ് കാണിക്കുന്നു. ഹാർഡ് ആണെങ്കിൽ പെനിട്രേഷൻ കുറവായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫ് ആയിരിക്കും അർത്ഥം. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് സൈറ്റിലേക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്ന ആവശ്യം വരുന്നത്? എന്താണ്? കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സോഫ്റ്റ് ആണെന്നാണ്. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക സൈറ്റില്? പ്രത്യേകിച്ചും വാം കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഹോട്ട് ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പെനിട്രേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഫ്ലോ ചെയ്തു പോകും. നമുക്ക് അവിടെ വേണ്ട രീതിയിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കുറഞ്ഞ പെനിട്രേഷൻ ടെസ്റ്റ് പെനിട്രേഷൻ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം ഹോട്ട് ക്ലൈമറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇൻ ഹോട്ട് ക്ലൈമറ്റ് എ ലോവർ പെനിട്രേഷൻ ഗ്രേഡ് 30-40 is preferred. അപ്പോൾ ഈ പെനിട്രേഷൻ ഗ്രേഡ് എന്ന് പറയുന്നത് 30-40, 40-50 എന്നൊക്കെ പറയാം. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 40 to 50 റീഡിംഗ് ആണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് 1/10 of a millimeter ആയിരിക്കും. അത്രയും കുറച്ചേ പോവുള്ളൂ. സോ അവിടെ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ ഒരു പാത്രത്തിൽ എടുക്കുന്നു. ആ പാത്രത്തിലേക്ക് 25 ഡിഗ്രി സെൽഷ്യസിൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു നീഡിൽ താഴോട്ട് ഇറക്കുന്നു. ഇതാണ് ആ ടെസ്റ്റിംഗ് മെഷീൻ. ഇവിടെ സാമ്പിൾ എടുക്കുന്നു. ഇവിടെ ഒരു ലിവർ മാറ്റിക്കഴിഞ്ഞാൽ ഈ നീഡിലെ സാമ്പിളിലേക്ക് സാവധാനം ഇറങ്ങും. നീഡിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 gram ആണ്. അപ്പൊ 5 സെക്കൻഡിൽ എത്രത്തോളം താഴോട്ട് പോയി എന്നുള്ളത് റീഡിങ്ങിൽ കിട്ടും. സോ ദാറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ പെനിട്രേഷൻ ടെസ്റ്റ്, പെനിട്രേഷൻ വാല്യൂ. അപ്പോൾ ടെസ്റ്റ് എന്താണ്, എന്തിന്റെ സിഗ്നിഫിക്കന്റ് എന്താണ്, എങ്ങനെ ചെയ്യുന്നു? ഓക്കെ. ഇനി അടുത്ത ടെസ്റ്റ് ഡക്റ്റിലിറ്റി ടെസ്റ്റ് ആണ്. ഡക്ടൈൽ പ്രോപ്പർട്ടി നമുക്കറിയാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയുന്നത്. ഇത് നമ്മളെ ബിറ്റുമെന് അല്ലെങ്കിൽ റോഡ് കണ്ടീഷനിൽ എന്താണ് ആവശ്യം? റോഡിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയം ഉണ്ടാവും, ടെമ്പറേച്ചർ കുറയുന്ന സമയം ഉണ്ടാവും. അതേപോലെ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വലിവ് വേണ്ടി വന്നേക്കാം. അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് വലിവും അതിന്റെ റിക്കവറിയും അല്ലെങ്കിൽ ഡിഫോർമേഷനും റിക്കവറിയും നടന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് അനുകൂലമായിട്ട് ഈ ഒരു ബിറ്റുമെൻ ഒരു ഡക്ടൈൽ പ്രോപ്പർട്ടി കാണിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ബ്രിട്ടിലാണെങ്കിൽ ചിലപ്പോൾ അവിടെ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ക്രാക്ക് വരാൻ പാടില്ല. നമ്മൾ ബിറ്റുമെൻ ഒരു ഡക്ടൈൽ പ്രോപ്പർട്ടി നിശ്ചിത ശതമാനം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സോ സിഗ്നിഫിക്കൻസ് മനസ്സിലായല്ലോ. ഡ്യൂറിംഗ് ഡക്ടിലിറ്റി ടെസ്റ്റ് മെഷേഴ്സ് ദ അഥസീവ് പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ്സ് അബിലിറ്റി സ്ട്രെച്ച്. എത്രത്തോളം ഒട്ടി നിൽക്കുന്നുണ്ട്, എത്രത്തോളം വലിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് അത് വലിവിന്റെ ആവശ്യം? ഡ്യൂറിംഗ് റിപ്പീറ്റഡ് ഡിഫോർമേഷൻ ആൻഡ് റിക്കവറീസ്. ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വണ്ടി പ്രഷർ കൊടുക്കുമ്പോൾ അതൊന്ന് വലിയും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മെറ്റീരിയലിന് ഒരു ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി ഉണ്ടായിട്ടില്ല എങ്കിൽ, സഫിഷ്യന്റ് ഡക്റ്റിലിറ്റി ഇല്ല എങ്കിൽ ഇറ്റ് വിൽ ക്രാക്ക് ആൻഡ് ദിസ് ബിക്കം പെർവിയസ്. ലീക്ക് വരാൻ സാധ്യത, അല്ലെങ്കിൽ ക്രാക്ക് വന്നിട്ട് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ മിനിമം ഒരു വലിവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 75 സെന്റിമീറ്റർ എങ്കിലും അതിന് ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിന് ആ വലിവ് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ആ മെഷീനിൽ ഇങ്ങനെ ഒരു മോൾഡിന്റെ അകത്ത് ബിറ്റുമെൻ എടുക്കുന്നു. ഈ മോൾഡ് ഇവിടെ ഉറപ്പിക്കുന്ന ഒരു സൈഡിൽ, മറ്റേ സൈഡിലേക്ക് ഇവിടെ മെഷീൻ ലിവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെഷീൻ വഴി ഇത് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബിറ്റുമെൻ വലിഞ്ഞ്
ഒരു പർട്ടിക്കുലർ ലെങ്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ വലിവ് എത്തുന്ന സമയത്ത് ബ്രേക്ക് ആവും. ആ ലെങ്ത് മെഷർ ചെയ്യുന്നു. അതൊരു 75 സെന്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാളിറ്റി ബിറ്റുമിൻ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഡക്റ്റിലിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് എ സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ്. സോഫൻ ചെയ്യുക, ബിറ്റുമിൻ സോഫ്റ്റ് ആയിട്ട് മാറുക. ആ സോഫ്റ്റ് ആയിട്ട് മാറുന്ന ടെമ്പറേച്ചറിനെയാണ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the bitumen attains a particular degree of softening. ഒരു സോഫ്റ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് നോൺ ആസ് ദ സോഫ്റ്റനിങ് പോയിന്റ്. എന്തിനായിരിക്കും അത് അറിയുന്നത്? ഹയർ സോഫ്റ്റനിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുറെ വലിയ ടെമ്പറേച്ചറിലേ അത് സോഫ്റ്റ് ആയി മാറുള്ളൂ എന്നാണ്. ലോ സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ അത് സോഫ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പം എന്തൊക്കെയാ, അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പല ആപ്ലിക്കേഷനും, ഇപ്പൊ റോഡിന്റെ ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ലീക്ക്, ഇപ്പൊ വീടുകളിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ലീക്ക് പ്രൂഫ് ചെയ്യുന്നതിനൊക്കെ സമയത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും ബിറ്റുമിന്. റോഡിൽ തന്നെ പലതരത്തിലുണ്ടാവും, ഏറ്റവും താഴത്തെ ലെയറിൽ, മുകളിലത്തെ ലെയറൊക്കെ. അങ്ങനെ ഓരോ ലെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ടെമ്പറേച്ചർ ആണ് വേണ്ടത് അത് സോഫ്റ്റ് ആയി മാറാൻ. അപ്പൊ ആ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അത്രത്തോളം സോഫ്റ്റ്നെസ് പാടുള്ളൂ എന്നറിയാം. അപ്പൊ എത്ര ടെമ്പറേച്ചർ വരെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ, കൂടുതലായി കഴിഞ്ഞാൽ അത് ലൂസായി മാറും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ടെമ്പറേച്ചർ അപ് ടു വിച്ച് ദ ബിറ്റുമിൻ സിമെന്റ് ഷുഡ് ബി ഹീറ്റഡ് ഫോർ വേരിയസ് റോഡ് സർഫസ്. ഇനി ഇത് സിഗ്നിഫിക്കന്റ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ ജോയിന്റ് ഫില്ലിംഗ് അല്ലെങ്കിൽ ക്രാക്ക് ഫില്ലർ, ഞാൻ നേരത്തെ പറഞ്ഞു ക്രാക്കിംഗ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് ശരിക്കും അറിഞ്ഞിട്ടില്ല എങ്കിൽ, അത് ഫില്ല് ചെയ്ത മെറ്റീരിയൽ നല്ല ചൂടാവുന്ന സമയത്ത്, ഇപ്പോൾ കോൺക്രീറ്റ് റൂഫിലൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്തെങ്കിൽ ലോവസ്റ്റ് സോഫ്റ്റനിങ് പോയിന്റിലെ ബിറ്റുമിനാണ് ഉപയോഗിച്ചതെങ്കിൽ ചെറിയ ചൂടാകുമ്പോൾ തന്നെ അത് ഉരുകി അതിന്റെ പർപ്പസ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ ആ സോഫ്റ്റനിങ് പോയിന്റ് അവിടെ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ്. ഇതൊന്ന് നിങ്ങൾ ഓരോന്ന് പോയിന്റ് ആയിട്ട് പഠിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഒരു അറേഞ്ച്മെന്റ്, റിംഗ് ആൻഡ് ബോൾ അറേഞ്ച്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ റിങ്ങിലാണ് ഇത് ബിറ്റുമിൻ നിറച്ച് വെക്കാം. അവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിന് മുകളിൽ ഒരു ബോൾ വെക്കും. എന്നിട്ട് ഇത് വാട്ടർ ബാത്തിലേക്ക് ഇറക്കി വെക്കുന്നു, ടെമ്പറേച്ചർ കൂട്ടുന്നു, ചൂടാക്കുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ ബോളിന്റെ വെയിറ്റ് കൊണ്ട് ബിറ്റുമിൻ താഴോട്ട് ഉരുകി കൊണ്ട് പോരും ഹോളിൽ കൂടെ. ആ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഈ സോഫ്റ്റനിങ് പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിനെ പറ്റി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് ദ ഗിവൺ മെറ്റീരിയൽ വിത്ത് റെസ്പെക്ട് ടു ദ മാസ് ഓഫ് ദ വാട്ടർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഇതെന്തിനായിരിക്കും ഇത് അറിയുന്നത്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ മിക്സ് ഡിസൈൻ്റെ സമയത്ത് എത്ര വോളിയം ബിറ്റുമിൻ വേണമെന്ന് കാണാൻ പറ്റുള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഡെൻസിറ്റി പോലെയാണ്. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു വോളിയം വിൽ ബി ഗിവിങ് ദ വെയിറ്റ്. അപ്പോൾ എത്ര വെയിറ്റ് ബിറ്റുമിനെ എത്ര വോളിയത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ആ ഒരു കൺവേർഷൻ വോളിയത്തിലെ വാല്യൂ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ വിസ്കോസിറ്റി ടെസ്റ്റ്. വിസ്കസ്, എത്രത്തോളം വിസ്കസ് ആണ്, എത്രത്തോളം റെസിസ്റ്റിംഗ് ടു ഫ്ലോ ആണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു വിസ്കോസിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഹൈ വിസ്കസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യില്ല, അല്ലേ? അതെവിടെ നമുക്കത് അപ്ലൈ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലിക്കേഷൻ സമയങ്ങളിൽ ഈ വിസ്കോസിറ്റി വലിയൊരു പ്രശ്നമാണ്. ഹൈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയിരിക്കും. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഹോമോജിനസ് ആയിട്ട് മിക്സ് കിട്ടില്ല. ഒരേപോലത്തെ കല്ലിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒട്ടി നിൽക്കുന്ന ഒരു മിക്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഹൈ ആവാൻ പാടില്ല. അതേ സമയത്ത് ലോ ആണെങ്കിലോ, ലോ വിസ്കോസിറ്റി ആണെങ്കിലോ, ലോ വിസ്കോസിറ്റി ആവുന്ന സമയത്ത് പെട്ടെന്ന് ഒലിച്ചു പോകും. കല്ലിനുള്ളിലൊക്കെ ശരിക്ക് ഒട്ടി നിൽക്കണം എന്നില്ല. അപ്പോൾ ലോ വിസ്കോസിറ്റി ആവാൻ പാടില്ല, ഹൈ വിസ്കോസിറ്റി ആവാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സ്ട്രെങ്ത് വിചാരിച്ച രീതിയിൽ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എന്നാൽ മാത്രമേ സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റിസൾട്ട്. ഹൗ ടു നോ ഹൗ മച്ച് ഇറ്റ് ഈസ് ദ വിസ്കോസിറ്റി, ഹൗ മച്ച് റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് ഗിവിംഗ് ടു ദ ഫ്ലോ. കൂടുതലായി കഴിഞ്ഞാലും കുറഞ്ഞായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പറയാം. ഇതിന് സാധാരണ ഓറിഫൈസ് ടൈപ്പ് വിസ്കോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുക. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഹോളിൽ കൂടെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ബിറ്റുമിൻ എത്ര സമയത്തിനുള്ളിൽ
ഒലിച്ച് താഴോട്ട് വരുന്നു എന്ന് നോക്കുന്നു. വിസ്കോസിറ്റി കുറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് താഴോട്ട് വരും, വിസ്കോസിറ്റി കൂടുതലാണ് കൂടുതൽ സമയം എടുക്കും. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്സ് by 50 ml bitumen to pass through the orifice. ആ 25 ഡിഗ്രി സെൽഷ്യസിൽ അത് ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുമ്പോൾ 4 mm ഓറിഫൈസിൽ അല്ലെങ്കിൽ 10 mm ഓറിഫൈസ്, ഓരോ ഓറിഫൈസിനനുസരിച്ചാണ് പറയുന്നത്. 4 mm ഓറിഫൈസ് ആണെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് മതി, 10 mm ഓറിഫൈസ് ആണെങ്കിൽ 25 അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു. എന്നിട്ട് ഈ ഒരു ക്വാണ്ടിറ്റി പാസ് ചെയ്യുന്ന ടൈം നോക്കുന്നു. സോ ദിസ് ഈസ് ദ ഇൻസ്ട്രുമെന്റ്. ഇവിടെ ചൂടാക്കുന്നു, ടൈം ചൂട് ഇതിൽ ടെമ്പറേച്ചറിൽ ഇതിൽ തെർമോമീറ്ററിൽ നോക്കുന്നു, ഈ ഒരു പാത്രത്തിലേക്ക് 50 ml നിറയാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നോക്കുന്നു. സോ ദാറ്റ് ടെമ്പറേച്ചർ വിൽ ഗീവ് ദാറ്റ് ടൈം വിൽ ഗീവ് ദ വിസ്കോസിറ്റി. നെക്സ്റ്റ് ഈസ് ദ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ്. ഇവിടെ ഫ്ലാഷ് പോയിന്റും ഉണ്ട്, ഫയർ പോയിന്റും ഉണ്ട്. എന്താണ് രണ്ടും? ബിറ്റുമൻ ചൂടാക്കുമ്പോൾ ഗ്യാസസ് പുറത്ത് വരും, അല്ലെങ്കിൽ വേപ്പേഴ്സ് പുറത്ത് വരും. ഈ വേപ്പേഴ്സ് എല്ലാം പെട്രോളിയം പ്രോഡക്റ്റ് അല്ലേ, എല്ലാം തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ചൂടാക്കി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഗ്യാസ് വരും, വീണ്ടും ചൂടാക്കുമ്പോൾ ഗ്യാസ് മാത്രം തീ പിടിക്കും. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയത്ത്, പപ്പടം കാച്ചാനൊക്കെ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് വല്ലാണ്ട് ചൂട് വരുന്ന പെട്ടെന്ന് മുകളിൽ മാത്രം തീ പിടിക്കുന്നതാണ്, പാത്രത്തിൽ തീ പിടിക്കില്ല, ആ ഗ്യാസ് തീ പിടിക്കും. വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ പാത്രം മൊത്തം കരിയും അല്ലേ. അതേപോലെ ഈ ബിറ്റുമിനും അതേപോലെ തന്നെ, ആദ്യം ചൂടാക്കുമ്പോൾ കുറച്ച് ഗ്യാസ് വരും, ഗ്യാസ് മാത്രം തീ പിടിക്കുന്ന ടെമ്പറേച്ചർ ഉണ്ട്, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഗ്യാസ് മാത്രം തീ പിടിക്കും. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് നമ്മൾ ക്യാമറയുടെ ഫ്ലാഷ് ആലോചിച്ചാൽ മതി, പുറത്താണ് വരിക. അതുപോലെ ഈ ഒരു ഗ്യാസിന് തീ പിടിക്കും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ. വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് മാത്രമല്ല മൊത്തം ബിറ്റുമിൻ കത്തിപ്പോവും. ദ ഹോൾ ബിറ്റുമിനസ് മെറ്റീരിയൽസ് വിൽ ബി ഗെറ്റ്സ് ഇഗ്നൈറ്റഡ് ആൻഡ് ബേൺസ്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഫയർ പോയിന്റ്, തീപിടുത്തം ഉണ്ടാവുക. എന്തിനാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് നോയിങ് ദീസ് വാല്യൂസ്? മിക്സ് ചെയ്യുന്ന സമയത്ത്, റോഡിൽ മിക്സ് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഈ ടെമ്പറേച്ചർ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ വലിയൊരു ഡേഞ്ചറസ് ഹസാർഡ് സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. മൊത്തം തീ പിടിക്കും, ആ മെറ്റീരിയൽസും ആ ഒരു എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് തീ പിടിച്ച് പോവാൻ ചിലപ്പോൾ, നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. സോ ദാറ്റ് ഫ്ലാഷ് പോയിന്റ് ആൻഡ് മിക്സിംഗ് ഫയർ പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ. സോ ദാറ്റ് ഈസ് ദ significant of this flash and fire point test. എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? പെൻസ്കി മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ടൂൾ എക്യുപ്മെന്റ് ആണ് ഇതിന് ഉപയോഗിക്കുക. പെൻസ്കി മാർട്ടിൻ സെപ്പാരറ്റസ്. ഇവിടെ ടെമ്പറേച്ചർ ഈ നോബിൽ കൂട്ടുന്നത്, ഇതൊരു ഹീറ്ററാണ്. ഇവിടെയാണ് ബിറ്റുമിൻ വെക്കുക ഈ പാത്രത്തിൽ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലാഷ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യും ഇവിടെ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഗ്യാസ് വരും, അപ്പോൾ ഈ ഇഗ്നേഷൻ കൊണ്ട് ഗ്യാസിൽ മാത്രം തീ പിടിക്കും, ആ ടെമ്പറേച്ചർ നോട്ടുന്നു. ഗ്യാസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ഈ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു, അപ്പോൾ ആ ഒരു ഗ്യാസിൽ തീ പിടിക്കുന്ന ടെമ്പറേച്ചർ വരുന്നു. ദാറ്റ് ടെമ്പറേച്ചർ നോസ് ദ ഫ്ലാഷ് പോയിന്റ്. വീണ്ടും ചൂടാക്കുന്നു, കത്തിക്കാൻ നോക്കുന്നു, ബിറ്റുമിൻ മൊത്തം കത്തി പിടിക്കുന്നു. ദാറ്റ് വിൽ ഗിവ് ദ ഫയർ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫ്ലോട്ട് ടെസ്റ്റ്. ഫ്ലോട്ട് ചെയ്യാം. ഫ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിറ്റുമിൻ ഫ്ലോട്ട് ചെയ്യലല്ല. ഇവിടെ ചെറിയൊരു രീതി വ്യത്യാസം. നമ്മൾ നേരത്തെ വിസ്കോസിറ്റി പറഞ്ഞു, പിന്നെ പെനിട്രേഷൻ ടെസ്റ്റ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ എല്ലാ മെറ്റീരിയൽസിലും അങ്ങനെ സ്റ്റിഫ്നെസ് കാണാൻ ആ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനത്തെ കേസുകളാണ് ഈ ഫ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ട് വാല്യൂ, ഒരു വാല്യൂ കിട്ടും. ഈ ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത് ദ ടൈം റിക്വയർഡ് ടു പാസ് വാട്ടർ ത്രൂ ദാറ്റ് പോയിന്റ് എന്നാണ്. അപ്പം ടെസ്റ്റ് നമുക്ക് പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. 50 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കുന്ന സമയത്ത് വെള്ളം ഈ ബിറ്റുമിനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ബിറ്റുമിൻ അവിടെ അത്ര ലൂസായിട്ട് മാറും ആ ഒരു സമയത്ത്. അപ്പോൾ എത്ര സമയം എടുക്കുന്നു ഇതിനെ ലൂസാക്കാൻ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് വാല്യൂ കൂടുതലാണെങ്കിൽ അർത്ഥം എന്താ? കൂടുതൽ ടൈം എടുക്കും. ദാറ്റ് മീൻസ് ആ ഒരു ബിറ്റുമിൻ കുറച്ചുകൂടി കട്ടിയാണ്, സ്റ്റിഫർ ആണെന്ന് അർത്ഥം. ഈ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്റ്റിഫ് ആണെങ്കിൽ നമുക്ക് ഹൈ ടെമ്പറേച്ചർ അപ്ലിക്കേഷനിലെല്ലാം അതായിരിക്കും നന്നാവുക. അപ്പോൾ അതേപോലെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷനിൽ ഈ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് ടെസ്റ്റ്. അപ്പോൾ ഇതാണ് എക്യുപ്മെന്റ്. ഇതിലാണ് ചൂടാക്കുന്നത്. ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിൽ ഇതുപോലെ ഒരു പ്ലേറ്റ്, ഒരു ഫ്ലോട്ട് വെക്കുന്നു. ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു
മിക്സിന്റെ ഒക്കെ ജാറിന്റെ കപ്പ് തിരിച്ചു വെച്ച പോലെ ഉണ്ടാവും. ഇവിടെ ഈ സ്ഥലത്ത് ബിറ്റുമിൻ ഒരു കോർക്ക് പോലെ വെക്കുന്നു. 50 ഡിഗ്രി സെൽഷ്യസ് വെള്ളം ചൂടാക്കുന്നു. ചൂടാക്കി ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഈ ബിറ്റുമിനെ തള്ളി മാറ്റിയിട്ട്, അതായത് ബിറ്റുമിൻ ലൂസ് ആയിട്ടുണ്ടാവും, തള്ളി മാറ്റിയിട്ട് വെള്ളം ഈ ഫ്ലോട്ടിലേക്ക് കയറുന്നു, എന്നിട്ട് നാച്ചുറൽ ലെവലിലേക്ക് വരുന്നു. അങ്ങനെ എടുക്കുന്ന ആ ടൈം, എത്ര നേരം ചൂടാക്കിയാലാണ് ഇത് ഫ്ലോട്ട് തള്ളി മാറ്റിയ വെള്ളം ഉള്ളിലേക്ക് വരിക, ദാറ്റ് ടൈം ഈസ് റെപ്രസെന്റഡ് ആസ് ദ ഫ്ലോട്ട് വാല്യൂ. നെക്സ്റ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് ടെസ്റ്റ്. ബിറ്റുമിന്റെ ഉള്ളിൽ തന്നെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വാട്ടർ ഉണ്ടാവും, അത് എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് നോക്കലാണ്. വീണ്ടും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് പോകുന്നു. എക്സാമ്പിൾ, വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയത്ത് ആദ്യം ചെറിയ ചെറിയ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറി കാണാം, നമുക്ക് വെള്ളം പൊട്ടിത്തെറിക്കും. അതേപോലെ ബിറ്റുമിനിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിൽ ചൂടാക്കുമ്പോൾ ഫോമിങ് വരും, പത വരും. അത് വളരെ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷനെ മൊത്തം അത് ബാധിക്കും. അങ്ങനെ ആവാൻ പാടില്ല. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വെയ് ചെയ്യുന്നു, പിന്നെ ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ ചൂടാക്കിയതിന് ശേഷം വേപ്പറെല്ലാം പോയതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം വാട്ടർ കണ്ടന്റ് പോയി എന്നുള്ളത് അറിയാൻ പറ്റും. അത് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ, പ്യുവർ പെട്രോളിയം ഡിസ്റ്റിലേറ്റ് ഫ്രീ ഫ്രം വാട്ടർ, ഹീറ്റിംഗ് ആൻഡ് ഡിസ്റ്റിലിംഗ് ഓഫ് ദ വാട്ടർ. ചൂടാക്കിയിട്ട് വെള്ളത്തിന് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റി വെള്ളം റിമൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. വെള്ളം വേപ്പറായി പോകുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ചൂടാക്കുക. അപ്പൊ ഡിസ്റ്റിലേഷൻ അവിടെ ചെയ്യുന്നത്, ഈ പുറത്ത് വരുന്ന ആവിനെ തണുപ്പിച്ചിട്ട് വെള്ളമാക്കി മാറ്റുന്നു. എത്ര പെർസെൻറ്റേജ് വെള്ളം, എത്ര വെയിറ്റ് വെള്ളം പുറത്തു പോയി എന്നുള്ളത് നോക്കുന്നു, അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. സോ സ്റ്റാൻഡേർഡ് വാല്യൂ 0.2% ആണ്. 0.2%, 2% അല്ല, 0.2% മാത്രമേ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ ഒരു ക്വാളിറ്റി ബിറ്റുമിനിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് ടെസ്റ്റ്. ആൻഡ് ലാസ്റ്റ് ടെസ്റ്റ് ഇസ് ദ ലോസ് ഓൺ ഹീറ്റിംഗ് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞു, ബിറ്റുമിൻ്റെ ഉള്ളിൽ കുറെ വേപ്പേഴ്സ് ആയിട്ട് മാറാവുന്ന കുറെ കണ്ടന്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട് ബിറ്റുമിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരുമ്പോൾ കുറെ ആവിയായിട്ട് പോകുന്ന നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 163 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ചൂടാക്കുന്നു, 5 മണിക്കൂറോളം വെക്കുന്നു. 50 ഗ്രാം വെയിറ്റ് ആണ് ആദ്യം എടുക്കുക. അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്യുന്നു, എത്രത്തോളം മെറ്റീരിയൽ വേസ്റ്റ് ആയി, ലോസ് ആയി എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ദാറ്റ് പെർസെൻറ്റേജ് നോക്കുന്നു. അപ്പോൾ ഒരു 1 to 2% ലോസ് ഒക്കെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതും ഈ മെറ്റീരിയൽ ബിറ്റുമിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്, എത്രത്തോളം വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇവാപ്പറേറ്റിംഗ് മെറ്റീരിയൽസ് അതിനുള്ളിൽ ഉണ്ട്, ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ബൈ ദാറ്റ് ഓൾ ദീസ് ടെസ്റ്റ്സ് ആർ ഓവർ. നമുക്കിവിടെയും എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. 5 മാർക്കിൻ്റെ ഒക്കെ ലിസ്റ്റ് ചെയ്യാനാണ് ചോദിച്ചതെങ്കിൽ യു ജസ്റ്റ് ലിസ്റ്റ് ദ പോയിന്റ്സ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് എഴുതി വെച്ചാൽ മതി, പോയിന്റ് മാത്രം, ഹെഡിങ് പേര് മാത്രം. ഇനി അല്ല, ഒരു 10 മാർക്കാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ, അപ്പോൾ ഓരോ ടെസ്റ്റിലും എന്താണ് ചെയ്യുന്നത് മാത്രം 1-2 ലൈനിൽ പറയാം. ഇപ്പോൾ പെനിട്രേഷൻ ടെസ്റ്റ് വിസ്കോസിറ്റി നോക്കാൻ, അല്ലെങ്കിൽ ഹാർഡ്നെസ് നോക്കാൻ, ഫ്ലോ ടെസ്റ്റ് സ്റ്റിഫ്നെസ് നോക്കാൻ, ഇങ്ങനെ ഓരോ പോയിന്റ്. കുറച്ചുകൂടി 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര നേരം പറഞ്ഞ എല്ലാ പോയിന്റ്സും എഴുതാം. ഓരോ ടെസ്റ്റ് എന്താണ്, ടെസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് 1-2 പോയിന്റിൽ, പിന്നെ അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർമ്മയുണ്ടെങ്കിൽ അതും. ഇത്രയും കാര്യം ചെയ്താൽ ഈ 14 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ബൈ ദിസ് ടോപ്പിക് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ടോപ്പിക് ഇൻ ദ സെക്കൻഡ് മോഡൽ ഈസ് ഓവർ. മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, ബൈ.